നമസ്കാരം. ഞാൻ സുജ തിലകരാജ്, അധ്യാപികയാണ്, ചെറിയ രീതിയിൽ എഴുത്തുകാരിയാണ്. ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ അടുത്തിടെ നേരിട്ടുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ്. ജീവിതകാലം മുഴുക്കെ അധ്വാനിച്ച് തൻ്റെ മകളെ വളർത്തി ഇപ്പോൾ വയസ്സായിരിക്കുന്ന ഒരച്ഛൻ, ആ അച്ഛനോട് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന മകൾ പറയാണ്, നാണമില്ലേ നിങ്ങൾക്ക് ഈ കൊച്ചു ചെറുക്കന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്നാക്സൊക്കെ എടുത്ത് കഴിക്കാനെന്ന്. ഈ സമയത്ത് വളരെ ദയനീയമായി ആ അച്ഛൻ മുഖം ഉയർത്തി മകളെ നോക്കുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ ഉള്ള ഒരു അച്ഛനായി മാറണോ? ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് തിളപ്പുള്ള സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന പണം മുഴുക്കെ നിങ്ങളുടെ കുടുംബത്തിലുള്ള മക്കൾക്കോ മറ്റാർക്കെങ്കിലുമൊക്കെ അവർക്ക് സുഖം നൽകാനായിട്ട് മുഴുവൻ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നില്ല? അഥവാ വയസ്സുകാലത്ത് നിങ്ങളെ നോക്കാൻ നിങ്ങളുടെ മക്കൾ നോക്കണം എന്ന് പറയാൻ എന്താണ് കാരണം? മക്കളെന്ന് പറയുന്നത് നമ്മുടെ മാതൃത്വം അല്ലെങ്കിൽ പിതൃത്വം ആസ്വദിക്കുന്നതിന് വേണ്ടി നമ്മൾ സൃഷ്ടിക്കുന്നതാണ് മക്കളെ. അത് അവരോടുള്ള ഔദാര്യമല്ല. അപ്പോൾ അവരുടെ കൊച്ചുകാലത്ത് അവർക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ നോക്കുന്ന നമ്മൾ എന്തിനാണ് അവർ വളർന്ന് ഒരു കുടുംബമായി മാറുന്ന സമയത്ത് ഒരു സാമ്പത്തിക ഭാരമായി അവരുടെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത്? അതുകൊണ്ട് തന്നെ വാർദ്ധക്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുതരം ശൈശവം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആശ്രയം ആവശ്യമായി വരുന്ന സമയമാണ്. ആ സമയത്ത് സാമ്പത്തികമായി നമ്മൾ കുറച്ചെങ്കിലും സുരക്ഷിതരാണെങ്കിൽ ഈ അച്ഛൻ നിന്നതുപോലെ നിൽക്കേണ്ടി വരുമോ? ഈ ചോദ്യം ആണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്നോടും ചോദിക്കാനുള്ളത്. ഇത് ഡെയിലി ജീവിതത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണെങ്കിലും ജീവിതത്തിൻ്റെ ഒഴുക്കിൽ നമ്മൾ ആരും ഇതിന് പ്രാധാന്യം കൊടുക്കാറില്ല അവസാന കാലഘട്ടം വരെ. ഇനിയെങ്കിലും ഇതിൽ ഇന്നു മുതൽ ഒരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കുക. കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു അംശം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 50 വയസ്സിന് ശേഷം കിട്ടത്തക്ക രീതിയിൽ നിക്ഷേപിച്ചിട്ട് ആയിരിക്കട്ടെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. ഒരു പരസ്യത്തിൽ പറയുന്നത് പോലെ ചിലവാക്കിയതിൻ്റെ ബാക്കി മാത്രമല്ല സമ്പാദിക്കേണ്ടത്, സമ്പാദിച്ചതിൻ്റെ ബാക്കിയാണ് ചിലവാക്കേണ്ടത്. നാളെ നിങ്ങളുടെ മക്കൾ സാമ്പത്തിക ടൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇതാ മോനെ 10,000 രൂപ അപ്പൻ്റെ വക ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന അപ്പനാകട്ടെ നിങ്ങൾ. തീർച്ചയായും നിങ്ങളിത് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം എന്നെങ്കിലും ഒരു നാൾ ആത്മാവ് നുറുങ്ങി നിങ്ങൾ കരയേണ്ടി വരും.